Hey, what's up guys? It's me Jovin here. Welcome back to our channel. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആക്ച്വലി നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് പറയുകയായിരുന്നു, ഇതേപോലെ ജസ്റ്റ് ഒന്ന് പറത്തിയൊക്കെ വീഡിയോ ഒന്ന് ഇട് ബ്രോ, വന്നിട്ട് ചുമ്മാ പറത്തുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ പ്രാവ് വിടുന്ന സമയത്തുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ചുറ്റിപ്പിച്ച ടൈമാണ്. കുഞ്ഞന്മാരെ ചുറ്റിപ്പിച്ചപ്പോൾ ജസ്റ്റ് എടുത്ത് വെച്ചിരുന്ന വീഡിയോയാണ്. ഇവരെ വിടുന്ന ടൈമിലുള്ള വീഡിയോ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു 15 മിനിറ്റ് ഒന്ന് ചുറ്റിപ്പിച്ച് ഇറക്കണം. ഫസ്റ്റ് ചുറ്റിപ്പാണ്, ഇറക്കണം എന്നുള്ളൊരു ഐഡിയയിൽ ഇങ്ങനെ വിട്ടതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്തതാണ്. നമുക്ക് നമ്മുടെ തട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ക്ലിയറായിട്ട് പ്രാവ് അത്യാവശ്യം ഡിസ്റ്റൻസിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും. ഇവർ വന്നിട്ട് ഓവർ ഹൈറ്റ് കയറുന്നതല്ല, ഒരു 2 തെങ്ങ് ഹൈറ്റ് ആ രീതിയിൽ, 1.5 തെങ്ങ് ഹൈറ്റ് ആ രീതിയിൽ കയറുന്ന ഒരു പ്രാവുകളാണ്. അല്ലാതെ ഓവർ ഹൈറ്റ് കയറി പൊട്ടടിച്ച് നിൽക്കുന്ന രീതിയിൽ പോവുകയല്ല. നമുക്ക് ഈസി ആയിട്ട് ടൂർണമെൻറ്റ് ഇതിനൊക്കെ പറത്തുന്ന സമയത്ത് ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇവരെ വന്നിട്ട് നമ്മളെ ഏരിയ വിട്ടു പോവില്ല. നമുക്ക് എപ്പോഴും ഫുൾ ടൈം കാണിച്ചു കൊടുക്കാനും പറ്റും. എല്ലാ രീതിയിലും നമ്മുടെ തട്ടിൻ്റെ മുകളിൽ തന്നെ അവരെ നിന്ന് പറക്കുന്നതായിരിക്കും. തട്ടിൻ്റെ മുകളിലെന്ന് വെച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് ഇപ്പോൾ പോയാലും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. കാരണം നമ്മുടെ ഏരിയ ഇച്ചിരി ഓപ്പണായിട്ട് നിൽക്കുന്നതുകൊണ്ട്, പിന്നെ കാറ്റ് നന്നായിട്ട് പിടിക്കും. പ്രാവിന് കാറ്റ് നന്നായിട്ട് പിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഷായിലിൽ റക്ക വെള്ള, ഫുള്ള് ചിറകിൻ്റെ കള്ളികളെല്ലാം വെള്ള കളറിലും, ബാക്കി അത്രയും നമ്മുടെ സാധാരണ ഷായിൽ ഇതുണ്ടല്ലോ, നമ്മുടെ മൈന ക്ലാവർ എന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയിൽ ഒരു പ്രാവും, പിന്നെ ഒരു ഗൈറയിലെ കുഞ്ഞും, പിന്നെ ഒരു വെള്ളയിൽ കരിങ്കണ്ണ്, 3 പേരെയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. 3 പേരും കുഞ്ഞന്മാരാണ്. ഇപ്പോൾ ഒരു കള്ളി ആയിട്ടേ ഉള്ളായിരുന്നുള്ളൂ, 1.5 കള്ളി ആയിട്ടുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 കുഞ്ഞന്മാർ അത്യാവശ്യം ഹൈറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ ഹൈറ്റ് കയറുന്ന രീതിയിലെ പ്രാവളല്ല. നമുക്ക് ഈ എന്ത് പറയാൻ, അങ്ങ് ഓവറായിട്ട് കയറി പോകുമെന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ ഞാൻ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം ഹവായി കൂടിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം ഹവായി കൂടിലൊക്കെ ഇട്ട് ഏരിയ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്സാവാൻ ചാൻസ് കുറവാണ്. വന്നിട്ട് അങ്ങനെ എൻ്റെ പ്രാവള് അങ്ങനെ പെട്ടെന്ന് മിസ്സാവുന്നതല്ല നമ്മളെ തട്ടിൻ്റെ മുകളിൽ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രാവള് പോകുന്നത് മൊത്തം ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഇതിൽ വന്ന് ലാൻഡ് ആവുന്ന മൊത്തം അതിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴാണ് മറ്റേ സൈഡിൽ മറ്റേ മെഷൊക്കെ വെച്ച് ഒന്ന് കെട്ടി തിരിച്ചത്. അതിന് മുമ്പ് നമ്മൾ പ്രാവിനെ തുറന്നു വിടുന്ന സമയത്ത് ഈ പൂച്ചയും പട്ടി അങ്ങനെയുള്ളതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് തന്നെ ഈ പ്രാവുകൾ മിക്കവാറും പേടിച്ച് എവിടെയെങ്കിലും ഹൈറ്റുള്ള സ്ഥലത്തോട്ടാണ് കയറിയിരിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈറ്റുള്ള സ്ഥലത്തിരിക്കുമ്പോൾ ഈ പോസ്റ്റിലും അങ്ങനെയൊക്കെ പോയിരുന്ന് കറണ്ട് അടിച്ച് അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രാവുകൾ കൂടുതലും പോയിട്ടുള്ളത്, മിസ്സാവുന്നല്ല ഡെഡാവുന്നതും ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പ്രാവുകൾ 3 പേരും അത്യാവശ്യം ഹൈറ്റ് കയറി ഒരുവിധം ഒന്ന് പറവയിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. നമുക്ക് 15 മിനിറ്റൊക്കെ ഒന്ന് പറപ്പിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെട്ടിട്ട് ഇവരെ ഇറക്കണം. എന്നിട്ട് ഫസ്റ്റ് ചുറ്റിപ്പേരായത് കൊണ്ട് തന്നെ ഓവറായിട്ടൊരു പറവ കൊടുക്കുന്നില്ല. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പം 3 പേരും ഒരേ ഇതിൽ നിന്ന് പറക്കുകയാണ്. 3 പേരെയും കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ക്യാമറയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ വീഡിയോ എടുക്കാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പറത്തുന്ന വീഡിയോസൊക്കെ ഇട് ബ്രോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ എടുത്ത് വച്ചിരുന്ന ഒരു വീഡിയോ ആണിത്. ആക്ച്വലി ഞാൻ ഇത് ഇവർ കുഞ്ഞന്മാരെ ചുമ്മാ ചുറ്റിക്കുന്ന സമയത്ത് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇവരെ തന്നെ നൈറ്റ് പറപ്പിക്കുന്ന വീഡിയോ ഉണ്ട്. അതേപോലെ മഴ സമയത്ത് ഇവർ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-1.5 മണിക്കൂറുള്ള മഴയത്ത് പറന്ന് ലാസ്റ്റ് ഇറങ്ങിയൊരു ടൈമുണ്ട്. ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം 1.5 മണിക്കൂറോളം പറന്ന വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇനിയിപ്പം പുതുതായിട്ട് നമ്മളിനി എടുത്ത് കുഞ്ഞന്മാർ ഇവരിപ്പം നമ്മളിപ്പോൾ ഓൾറെഡി വെട്ടി വെച്ച് കഴിഞ്ഞ് ഇനി അടുത്ത കുഞ്ഞന്മാർ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇനി അടുത്ത സെറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞന്മാർ. അവരെ ജസ്റ്റ് ഒന്ന് മീൻസ് നമ്മളിപ്പോൾ പുറത്തുനിന്നൊരു ലോഫ്റ്റിൽ ഈ സെൽവരാജ് അതേപോലെ കടപ്പരാജൻ അവരുടെയൊക്കെ ലൈനേജിൽ ഉള്ള ഒരു 5-6 കുഞ്ഞന്മാരും കൂടെ നമ്മുടെ കയ്യിലിപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് എടുക്കുന്ന കുഞ്ഞന്മാരെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഇനിയിപ്പോൾ ഉടനെ തന്നെ വരുന്നുണ്ട്.
നമ്മളത് കൂടെ പോസ്റ്റ് ചെയ്യാം. നമ്മളെ കൂട്ടിലിപ്പം ട്രെയിനർ പ്രാവൊന്നും വിടാതെയാണ് ഞാൻ മിക്കവാറും കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കയ്യിൽ ട്രെയിനർ പ്രാവ് ഉണ്ടെങ്കിലും ഞാൻ ട്രെയിനർ പ്രാവിനെ വിടാതെ ട്രെയിൻ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി പറന്ന പ്രാവുകൾ ഇവരിപ്പോൾ വെട്ടിടാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ച പ്രാവുകളാണ്. ഈ 2 പ്രാവുകളും വെട്ടിടാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. നമ്മുടെ അടുത്തുള്ള ഈ കുഞ്ഞന്മാർ നമ്മൾ ഈ പോസ്റ്റിലും ഇതൊക്കെ ഇരുന്ന് ശീലിച്ചത് കൊണ്ട് തന്നെ നമുക്ക് തട്ടിലിറങ്ങി കിട്ടാൻ ഇച്ചിരി പണിയാണ്. അപ്പം കുഞ്ഞന്മാരെ അല്ലാതെ തന്നെ ഹവായ് കൂട്ടിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ട്രെയിനിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രെയിനിങ് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് വീഡിയോ ഇടാവുന്നതാണ്, പോസ്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും പുതുതായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ മിസ്സാവാതെ എങ്ങനെ എടുക്കുക എന്നുള്ളതും എങ്ങനെ നമ്മൾ തട്ടി തന്നെ പറത്തി ഇറക്കുക എന്നുള്ളതും പിന്നെ അതിൻ്റെ പോലെ തന്നെ ഫുഡിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിപ്പം വെട്ടിട്ട് 2 പ്രാവിനെ തട്ടിലും വെട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ ഷീറ്റിൻ്റെ പുറത്ത് എടുത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാവ് അവരെ കണ്ടിട്ട് ഇറങ്ങി താന്ന് വരണം ആ രീതിയിൽ. അപ്പോൾ വെട്ട് കാണിച്ചപ്പോൾ ഇപ്പോൾ കുഞ്ഞന്മാർ താന്ന് വന്നിട്ടുണ്ട്, പ്രാവുകൾ താന്ന് വന്നിട്ടുണ്ട്. 3 പേരും പറന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഒരാൾ മാറി ഇപ്പോൾ കളഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്ക് 2 പേര് ഒരുമിച്ച് അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഷീറ്റിൻ്റെ പുറത്ത് ഒരു ശാലിയുടെ കുഞ്ഞിനെ വിട്ടിരിക്കുന്നത്, അറക്കവെള്ളയുടെ കൂടെ ഇറങ്ങിയ കുഞ്ഞിനെയാണ് നമ്മൾ ആ ഷീറ്റിൻ്റെ പുറത്ത് വിട്ടിരിക്കുന്നത്. ആ കുഞ്ഞ് നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തു. നമ്മുടെ അടുത്ത് വേറൊരാൾ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതേപോലെ ചോദിച്ചപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ആ കുഞ്ഞിന് നമ്മൾ ഈ ശൈലിയെ മാത്രം, ഈ ഇറക്കമുള്ള കുഞ്ഞിനെ മാത്രം നമ്മൾ ഫുള്ളായിട്ട് പറപ്പിച്ച് നൈറ്റും ഇതെല്ലാം പറപ്പിച്ചെടുത്തിട്ടുണ്ട്, പറപ്പിച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് സീസൺ ടൈമൊക്കെ ആകുമ്പോൾ ചിറക് കൊടുത്ത് അതിനെ പറത്തി വീണ്ടും ടൈം കയറ്റി അടുത്ത് ഫുള്ളാക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിങ് വീഡിയോസും അപ്കമ്മിങ് വീഡിയോസും ഇതൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വന്നിട്ട് ട്രെയിനിങ് വീഡിയോസ് ആയാലും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വെട്ടിട്ട് പ്രാവിനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ പോസ്റ്റിൻ്റെ പുറത്തെ പ്രാവ് ഇറങ്ങുള്ളൂ എന്നുള്ള പറഞ്ഞില്ലേ. രണ്ട് കുഞ്ഞന്മാരും പോസ്റ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു കുഞ്ഞിനെ നമ്മൾ തട്ടിലിറക്കിയിട്ടുണ്ട്. വന്നിട്ട് നമ്മുടെ ഗൈറ കുഞ്ഞ്